നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ട്. മരണമെന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകവുമാണ്. മരിക്കാത്തവരായി ആരും തന്നെ നമ്മിലുണ്ടാവില്ല. ജനിച്ചവരെല്ലാം മരിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മുടെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, ജീവിത ശൈലികളൊക്കെ തന്നെ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അതിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ പലപ്പോഴും പ്രസംഗമായോ ക്ലാസ്സായോ അതല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബുകളിലൊക്കെ വരുന്ന കേവല പ്രഭാഷണങ്ങളായി മാത്രം മാറുന്നുണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ആലോചിക്കണം. ഇവിടെയാണ് കുറഞ്ഞ സമയം ഞാനും നിങ്ങളും പരസ്പരം ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സംതൃപ്തമായ ജീവിതം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം. ഒരു വണ്ടി ഓടിച്ചു പോകുന്ന ഒരാൾ, അയാൾക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഇല്ലാതിരിക്കുക എപ്പോഴാണെന്നറിയോ? അയാൾ കൃത്യമായ നിയമങ്ങൾ പാലിച്ചാണ് വാഹനം ഓടിച്ചത് എങ്കിലാണ്. അതല്ല, നിയമം തെറ്റിച്ചാണ് അയാൾ വാഹനം ഓടിച്ചത്, നിയമപാലകർ കണ്ട്, അല്ലെങ്കിൽ ക്യാമറയിൽ കുടുങ്ങി, അതല്ലെങ്കിൽ മറ്റൊരുത്തൻ അസഭ്യം പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത വരുന്ന സമയത്ത് വീട്ടിലെത്തിയാലും സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അപ്പം നിയമം ആരൊക്കെ പാലിക്കുന്നുണ്ടോ അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. നിയമം എവിടെയൊക്കെ ലംഘിക്കപ്പെടുന്നുണ്ടോ അവിടെ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ സമാധാനമായ, സംതൃപ്തമായ ഒരു ജീവിതമെന്ന് പറയുന്നത് കൃത്യമായ നിയമം പാലിക്കുന്നതിലൂടെയാണ് എന്ന് പറയാം. അങ്ങനെ കൃത്യമായ നിയമം പാലിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സാധാരണഗതിയിൽ അറബിയിൽ പറയുന്നതാണ് തഖ്വ എന്നുള്ളത്. അള്ളാഹുവിന് ചില കൽപ്പനകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നുണ്ട് എങ്കിൽ അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംതൃപ്തിയും സമാധാനവും അവന് ലഭിക്കും എന്നതാണ്. ഇതിലും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ തഖ്വ എന്ന വാക്കിനെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് വളരെ ഭക്തിസാന്ദ്രമായി രണ്ട് കൈകൾ ഉയർത്തി സുജൂദിലേക്ക് നോക്കി അള്ളാഹു കാണുമെന്ന കൃത്യമായ ബോധ്യത്തിൽ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്ന ഒരു ആരാധനാകർമ്മത്തിലെ ഒരു ഭാഗത്തെ തഖ്വ എന്ന് പറയാം. എന്നാൽ അതേ മനുഷ്യൻ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെൽമറ്റൊന്നും ധരിക്കാതെയാണ് പള്ളിയിലേക്ക് വരുന്നത് എങ്കിൽ ശരിക്കും നമ്മൾ സമകാലികമായ കാലം തേടുന്ന ഇസ്ലാഹാണല്ലോ, സമകാലികമായി വിശകലനം ചെയ്യേണ്ടതാണ്. ഒരു ഹെൽമറ്റൊന്നും ധരിക്കാതെയാണ് അയാൾ വരുന്നത് എങ്കിൽ ഇനി ജമാഅത്ത് കൃത്യമായി നമസ്കരിക്കാൻ എല്ലാ റക്അത്തും കിട്ടണമെന്ന് പറഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഈ നേടിയെടുത്ത തഖ്വ അവൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നതാണ്. വിവാഹത്തിനും മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രവും MGMനും സമ്മേളനങ്ങൾക്കും മരണവീട്ടിലും മദ്രസയിലെ PTA-ക്കൊക്കെ വരുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രവും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ ആ തഖ്വയിൽ വ്യത്യാസമുണ്ട്. അരീക്കോട്ടുകാർ സ്വസ്ഥമായി ഇസ്ലാഹി പ്രസ്ഥാനം നിലനിൽക്കുന്ന പ്രദേശത്ത് ജീവിക്കുമ്പോഴും ഒന്ന് വൈബാക്കാനും ട്രെൻഡാക്കാനൊക്കെ ആയി വയനാട്ടിലേക്ക് കയറുന്ന സമയത്ത് ജീവിക്കുന്ന ജീവിത ശൈലിയും വ്യത്യാസമുണ്ടെങ്കിൽ ആ തഖ്വ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഇവിടെയാണ് നാം നന്നായി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് പഠിപ്പിച്ച നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടത്. അങ്ങനെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ സമാധാനം ഉണ്ടാവും.
ഇപ്പോൾ ഒരു 60 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 21,900 ദിവസമാണ് ഒരു മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. കൃത്യമായ നിയമങ്ങൾ പാലിച്ച് ജീവിച്ചൊരു മനുഷ്യൻ അവൻ്റെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദം ഉണ്ടാവും. ബഹുമാന്യനായ കെ അരീക്കോട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ല. കെ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത്, ആരോഗ്യ പ്രതിസന്ധിയുള്ള സമയത്ത് അദ്ദേഹത്തെ കാണാൻ ഞാനും പ്രിയ സുഹൃത്ത് യൂനുസ് മദനിയും കൂടി പോകുന്നുണ്ട്. കിടക്കുന്നിടത്തേക്ക് എഴുന്നേറ്റിരിക്കാൻ കെക്ക് സാധിക്കുന്നില്ല. കിടക്കുകയാണ്, അവിടുന്ന് എഴുന്നേക്കാൻ കെക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് കെ നറുപുഞ്ചിരിയോടുകൂടി പറയാണ്, ഞാൻ എൻ്റെ ഡയറി മറിച്ചു, എനിക്കൊരു സമാധാനമുണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ വാക്ക്, എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത കെ പറഞ്ഞ വാക്ക്, എൻ്റെ ബയോളജിക്കൽ ഡെത്ത് 15 വർഷത്തിന് ശേഷമേ ഉണ്ടാവുള്ളൂ. അന്നത് മനസ്സിലായില്ല. എൻ്റെ ശരീരം അത്രമാത്രം പവർഫുള്ളാണ്, ഒരു പ്രശ്നവുമില്ല. എൻ്റെ ബയോളജിക്കൽ ഡെത്ത് 15 വർഷത്തിന് ശേഷമേ ഉണ്ടാവുള്ളൂ. അള്ളാൻ്റെ കഥ ഇപ്പോൾ വന്നാൽ ഞാൻ ഉത്തരം പറയണം. പക്ഷെ ഞാൻ എൻ്റെ ഡയറി പുറകോട്ട് മറിച്ചു നോക്കുന്ന സമയത്ത് ഒരു ദിവസം 2 ആളെടുക്കേണ്ട പണി ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന കെയുടെ വാക്ക് ഹൃദയത്തിൽ വല്ലാത്ത സ്വാധീനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ഖബറിലേക്ക് വെച്ചിട്ടേ എല്ലാവരും കൂടി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. എല്ലാവരും ചൊല്ലും. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആ പ്രാർത്ഥന എന്താ ആളുകൾ ചൊല്ലുന്നതെന്ന് അറിയോ? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. എന്നെ കിടത്തിയിട്ട് പ്രിയപ്പെട്ട ഫൈസൽക്ക സംസാരിക്കുന്ന സമയത്ത് ചൂരമലയും മുണ്ടക്കയും ഇങ്ങനെ അയവിറക്കിയപ്പോൾ അതിനിടയിൽ അക്ബർ സാർ അവിടുന്ന് ചൂരമലയും മുണ്ടക്കയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ പിടക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്, പുത്തുമലയിൽ ജനിച്ചു ചൂരൽമലയിൽ വളർന്ന ഒരുത്തനാണ് ഞാൻ. 51 ആളുകൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുത്തുമല സ്കൂളിൽ നിന്ന് തുടർന്ന് പഠിച്ചു വന്നതിൽ എൻ്റെ ഒപ്പം ജീവിച്ച പലരും ഇന്ന് ബർസഖിയായ ജീവിതത്തിലാണ്. എൻ്റെ ഒപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച പലരും ഇന്ന് ബർസഖിയായ ജീവിതത്തിലാണ്. എത്ര കാലം അള്ളാഹു നമുക്ക് ആയുസ് നൽകുമെന്നറിയില്ല. നല്ല മഴ ഉണ്ടില്ലേ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഉള്ളിലെന്തോ പേടിയില്ലാത്തവരായിട്ട് ഇന്ന് ആരുമില്ല. ഇവിടെയാണ് ഈ മരിച്ച് ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് പടച്ചോനെ അവൻ്റെ ചോദ്യം എളുപ്പമാക്കി കൊടുക്കണേ, ഉത്തരങ്ങൾ അവനെ എളുപ്പമാക്കണേ, അവൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുന്ന സമയത്ത് ഉത്തരം പറയാൻ വല്ലതുമുണ്ടോ എന്നതാണ് ആയുസ് നൽകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാലസങ്കല്പത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എൻ്റെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു ദിവസം കുറേ ചിന്തകളും അസ്വസ്ഥതകളും ഉണ്ടാവും. ഇസ്ലാമിലെ കാലസങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ പഠനവിധേയമാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ടാവും. മക്കളെ കെട്ടിച്ചയച്ചത്, പിന്നെന്തുണ്ടാകുക, കെട്ടിക്കാനുള്ള മക്കളെ കുറിച്ചിട്ട്, ഇന്നോ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നതിനെ കുറിച്ചിട്ട്, മക്കളെ പേരക്കുട്ടികളെ കുറിച്ചിട്ട്, ഇവരുടെ ഡിഗ്രി ഒന്ന് കഴിയോ, ഇവരിനി എങ്ങനെയാണ് പഠിക്കുക, ഇങ്ങനെ കുറേ വിഷയങ്ങളിൽ നമുക്കെന്തുണ്ടാവും, കുറേ അസ്വസ്ഥതകളുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മനസ്സ് തുറന്ന് ചോദിക്കട്ടെ, ഈ അസ്വസ്ഥതകളൊക്കെ എവിടെ വെച്ച് അവസാനിക്കുന്ന അസ്വസ്ഥതയാണ്? 5, 6, 7, 8 കൊല്ലം പഠിച്ചിട്ട് ഒരു MBBS എന്ന് പറയുന്നതോ എൻജിനീയറിംഗ് എന്ന് പറയുന്നതോ ഒരു ഡിഗ്രിയോ BEdോ എടുക്കുന്നു. എത്ര സമയം ഉറക്കം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്? ഇതൊക്കെ അവസാനിക്കുന്നത് ആ മൂടുപലക വെച്ച് മണ്ണിടുന്നതോടുകൂടി പ്രിയപ്പെട്ടവരെ അവസാനിച്ചു. അതിനുശേഷം ഒരു ജീവിതം തുടങ്ങുന്നുണ്ടല്ലോ. ആ ജീവിതത്തിൽ നമുക്ക് എന്തു നേടാൻ സാധിച്ചു എന്നത് കൃത്യമായി വിലയിരുത്തണം. ഇവിടെ ഇരുന്നുകൊണ്ട് MSMൻ്റെ പ്രതിനിധി വന്നുകൊണ്ട് സംസാരിച്ചില്ലേ, കർമ്മവീതിയിൽ MSM ഈ വെക്കേഷനിൽ ചെയ്തതും ചെയ്യാനിരിക്കുന്നതിനെയും കുറിച്ച്. ISMൻ്റെ പ്രതിനിധി പറഞ്ഞില്ലേ, IGMകാരും MGMകാരും പറഞ്ഞില്ലേ, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രവർത്തകരോട് ചോദിക്കട്ടെ, നമ്മുടെ മക്കൾ
ഈ മേഖലയിലുണ്ടോ ഇത് പറയാൻ? 4 മക്കളുടെ പിതാവായ എനിക്ക് എന്ത് അർഹതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണം. എൻ്റെ മകൻ MSMയിലുണ്ടോ? എൻ്റെ മക്കൾ അതിലുണ്ടോ? അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷ ലഭിക്കുവാൻ പറ്റുന്ന സംഘത്തിനോടൊപ്പമാണ് അവർ യാത്ര തിരിക്കുന്നത്, വരുന്നത്. ഒരു വയനാട്ടുകാരനാ, അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. പലരും ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കേണ്ട സാഹചര്യവും ചുറ്റുപാടൊക്കെ കുട്ടികളൊക്കെ പഴയമാതിരി പിടിച്ചു വെക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഹീ ടൂറുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നാടിനെ നരകത്തിന് തുല്യമാകുന്ന വിധത്തിൽ ഇവിടെ നിന്ന് കുട്ടികൾ അങ്ങോട്ട് കയറുന്നുണ്ട്. പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഉപ്പ ശ്രദ്ധിക്കുന്നില്ല, ഉമ്മ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ മക്കളൊക്കെ നമ്മോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് നമ്മൾ ആകെ ചെയ്യുന്നൊരു പണി അതിനെന്താ? മദ്രസയിൽ പറഞ്ഞയക്കുന്നു. അതിന് ഡെയിലി മദ്രസയിൽ പറഞ്ഞയക്കാൻ പ്രയാസമാണ്. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീക്കെൻഡുകളിൽ എന്തെങ്കിലും മദ്രസയുണ്ടെങ്കിലോ ഓൺലൈൻ ക്ലാസ്സുകളുണ്ടെങ്കിലോ അവിടേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് നമുക്ക് ലഭിക്കേണ്ടത് എന്താ? ആയുസ്സിൽ മുഴുവൻ എൻ്റെ മകൻ എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം, എന്നോട് അങ്ങനെയൊക്കെ നിൽക്കണം, ഇങ്ങനെയൊക്കെ നിൽക്കണമെന്നാണ്. ഇവിടെയാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന കാലസങ്കല്പമുണ്ട്. ആ കാലസങ്കല്പം എന്ന് പറയുന്നതിൽ തിരിച്ചു പോകണം നമ്മൾ. അതെന്താണെന്നറിയോ? മരണത്തിന് ശേഷം തുടങ്ങുന്നതിന് ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാലസന്ദേശ. അവരിയ്ക്കുന്ന സമയത്ത്, അവർ ചിന്തിക്കുന്ന സമയത്ത്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്ന സമയത്ത്, പരസ്പരം കണ്ട് പിരിയുന്ന സമയത്ത് വരെ പ്രിയപ്പെട്ട സഹോദരിമാരെ കൈ പിടിച്ചുകൊണ്ട് പരലോക മോക്ഷത്തിന് വേണ്ടി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു സഹാബത്ത് പിരിഞ്ഞിരുന്നത്. അവരൊക്കെ പിരിഞ്ഞിരുന്നത്. നമ്മളെന്താ പറയുക? നമുക്ക് കാണുന്ന സമയത്ത് പറയാനുള്ളതെന്താ? കല്യാണത്തിന് കൂടുന്ന സമയത്ത് പറയാനുള്ളതെന്താ? കേൾക്കാനുള്ളതെന്താ? പരസ്പരം മരണത്തോടുകൂടി അവസാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അവർക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു മാസക്കാലം എടുത്ത് നോക്കുക. വഖഫ് എന്ന് പറയുന്ന സമയത്ത് ഉള്ളു പിടച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. അതുപോലെ തന്നെ കാശ്മീർ നൊമ്പരമായി മാറിയിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പടച്ചവനെ അറബി പേരാകരുതേ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തട്ടാൻ്റെ തൊടുവിലെ മൊയലിനെ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പതറിപ്പോകുന്നു. നമ്മൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആകെ അസ്വസ്ഥമാകുകയാണ്. എന്താ ചെയ്യല്ലേ? എന്താ നമ്മളെ മാത്രം എല്ലാവരും ഇങ്ങനെ പറയുന്നത്, ബാക്കി ആരും ഒന്നും പറയാത്തത്? ഒരു മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്താ? ഒരൊറ്റ വാക്കേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ കൗങ്ങിന് നേരെ കല്ലെറിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്ര വയസ്സിനിടയിൽ ആരെങ്കിലും ഒരാൾ കൗങ്ങിന് നേരെ കല്ലെറിയുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് മാവിന് കല്ലെറിയാത്തവരായ ആരെങ്കിലും ഉണ്ടോ? അഥവാ ഇസ്ലാം ഏതൊക്കെ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ, എന്നൊക്കെ നിലനിൽക്കുന്നുണ്ടോ, അന്നൊക്കെ ഈ രീതിയിൽ ഇസ്ലാമിനെയും വിശ്വാസികളെയും ഇല്ലായ്മ ചെയ്യാനായി പ്രതിസന്ധികളുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യൻ 5, 6, 10 ലക്ഷം ചിലവാക്കി ഒരു ഹജ്ജിന് പോയി തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ പഴയ കാലത്ത് യാത്രയപ്പ് കൊടുത്തിരുന്നു, വലിയ ആദരവൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? അതിനേക്കാൾ അധികം ഇന്ന് ആദരിക്കേണ്ടത് ആരെ അറിയോ? ഒരു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒരു കുട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാതെ കുട്ടി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ, ഉമ്മയോട് മാന്യമായി പെരുമാറുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ അതിനേക്കാൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഹജ്ജിന് പോയ ആള് തൗബ ചെയ്യുന്ന മനുഷ്യരെ കാണുന്നത്, പശ്ചാത്തപിക്കുന്ന മനുഷ്യരെ കാണുന്നത്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരൻ ഉംറ നിർവഹിക്കുന്നു, തവാഫ് ചെയ്യുന്നതും കാണുന്നത്, കൈയുയർത്തി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ മക്കൾ മുഴുവൻ നമ്മൾ കണ്ടതല്ല കാണുന്നത്. അവർ കാണുന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിന്ന് അവരെ പിൻവലിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ പോയി ക്യാമ്പസിൽ പോയി തിരിച്ചു വരുന്നൊരു കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടിയെ നമ്മൾ അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യണം. അത് അക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പണ്ടൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു 3 മനുഷ്യർ ഗുഹയിൽ അകപ്പെട്ട സമയത്ത് അവരുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ഗുഹയിൽ നിന്ന് അവരെങ്ങനെയാണ് പ്രതിസന്ധിയിൽ മാറിയതെന്ന്. ഗുഹയിലൊന്നും അകപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. സ്വന്തം വീട്ടിൽ നമ്മൾ ഏറ്റവും അധികം പണം ചെലവാക്കി ഉണ്ടാക്കിയ നമ്മളെ ബെഡ്റൂമിൽ പെട്ട എത്ര മനുഷ്യന്മാർ രക്ഷ തേടി നമ്മളെ വിളിച്ചിട്ടുണ്ട് ഒന്ന് രക്ഷപ്പെടാനായിട്ട്. നമ്മൾ അങ്ങനെ ഒന്ന് പെട്ട് കഴിഞ്ഞാൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ നോമ്പും നമസ്കാരവും സക്കാത്തൊന്നും അല്ലാത്ത എന്തു കാര്യമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പടച്ചോനെ ഞാൻ ചെയ്ത ഈ കർമ്മം കൊണ്ട് നാഥാ എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറണേ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, പ്രിയരെ, എന്ത് കാര്യമാണ് നമുക്കുള്ളത്? വഖഫ് എന്ന് പറയുന്ന സമയത്ത് മുഷ്ടിമുരുക്കി നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ മുൻഗാമികൾ അവർക്ക് ലഭ്യമായത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയത് കൊണ്ടാണ്. നമുക്ക് നൽകാൻ സമ്പത്തില്ലേ? നമുക്ക് നൽകാൻ അല്ലേ? എന്നിട്ടും നമ്മൾ എന്താ ആ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സഹാബികൾ ഈ ദുന്യാവിനെ നോക്കി കണ്ടത് എങ്ങനെയാണെന്നറിയോ? സഹാബികളുടെ കാലസങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ പ്രയാസം ഉണ്ടാവും. അവരുടെ പ്രയാസം എന്താ?
53 വർഷക്കാല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചത്. 53 വർഷക്കാല പ്രവാചകൻ മക്കയിൽ ജീവിച്ചത്. ആ മക്കയിൽ ജീവിച്ചിട്ട് അവിടെ വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോകുക, ഈ നാട് വിട്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞല്ല പോകുന്നത്, രഹസ്യമായി പോകാൻ പോലും, ഒന്ന് പുറത്തിറങ്ങാൻ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യമില്ല. അത്ര പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങോട്ട് യാത്ര തിരിഞ്ഞില്ല. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഉപ്പയും ഉമ്മയും നാട് വിട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ പിടിക്കാൻ, മരിച്ചു പോയാൽ എൻ്റെ ഖബറിൽ ആഖിറത്തിൽ എനിക്ക് രക്ഷ ലഭിക്കാൻ ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർ കൈക്കുഞ്ഞുമായി യാത്ര തിരിക്കുക. ആ യാത്ര തിരിക്കുന്ന സമയത്താ ഈ പോയിക്കോ, ഞങ്ങളെ കുട്ടിനെ വിടൂല എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയെയും കുട്ടിയെയും മാറ്റി നിർത്തുന്നത്. പേരൊരു പക്ഷേ വെളിച്ചത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, QLS നമ്മൾ എഴുതിയിട്ടുണ്ടാവും, സഹാബി ആരാന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോഴാ ഉമ്മാൻ്റെ ടീം പറയുന്നത് അങ്ങനെ പറഞ്ഞയക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ആ മുല കുടിക്കുന്ന കുട്ടിയെ വേറൊരു സ്ഥലത്ത്, ബാപ്പ വേറൊരു സ്ഥലത്ത്, ഉമ്മ വേറൊരു സ്ഥലത്ത്, കുട്ടി വേറൊരു സ്ഥലത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ പതറിയില്ല. തിരിച്ച് മക്കയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കെന്തെന്ന് ചോദിച്ചാൽ അറിയാത്തവരായിട്ട് നിങ്ങൾ ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. അത്ര ദുഃഖത്തോടുകൂടി അവിടുന്ന് പോകേണ്ടി വന്നത് ഈ വിശ്വാസം സംരക്ഷിക്കാനാ. അവർ പ്രതിസന്ധി സഹിച്ചിട്ടുണ്ട്. ചുട്ടുപൊഴുത്ത ഇരുമ്പ് തണ്ടുകൾ കൊണ്ട് ശരീരത്തെ പൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിറകുകൾ കൊണ്ട് ശരീരം പൊള്ളിക്കുന്ന സമയത്ത് തലേ ദിവസം പൊള്ളിയതിൽ നിന്ന് ഒഴുകിയ ജലങ്ങളും നീരുകളുമായിരുന്നു തീക്കണലുകളെ കെടുത്തിക്കളഞ്ഞത് എന്ന് പറഞ്ഞ സഹാബികളുണ്ട്. നാവിക്ക് ചവിട്ടുകൊണ്ട് രക്തം ഛർദ്ദിച്ചിട്ട് മരണമടഞ്ഞവരുണ്ട്. ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഞാനും നിങ്ങളും ലക്ഷ്യം വെക്കുന്ന സ്വർഗമാണ്. അവർ എല്ലാം സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഇതല്ല ഞങ്ങളുടെ ജീവിതം. മറ്റൊരു ജീവിതം എന്ന് പറയുന്നത് പരലോകമുണ്ട്. ആ പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ഇവിടെ പ്രയാസം ഉണ്ടാകും, ഇവിടെ പ്രതിസന്ധി ഉണ്ടാകും, ഇവിടെ കഷ്ടപ്പാടുണ്ടാകും. ഇന്നലെ മഴയില്ലായിരുന്നു, എൻ്റെ നാട്ടിൽ ഇന്നലെ മഴയില്ലായിരുന്നു. ഇന്ന് രാവിലെ അവിടെ മുതൽ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുന്നവരെ മഴയുണ്ട്. ഈ മഴയില്ലായ്മ ഞാൻ ഉൾക്കൊള്ളുന്നു, അതിശൈത്യം ഉൾക്കൊള്ളുന്നു, ചൂട് ഉൾക്കൊള്ളുന്നു, നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുന്യാവിലും കുറേ പ്രയാസം പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. നമ്മളെന്താണെന്നറിയോ, എപ്പോഴും ഇപ്പോൾ ഈ മോറൽ ഹട്ടുകളും അതുപോലെ തന്നെ സമ്മർ സ്മൈലുകളൊക്കെ ക്ലാസ് എടുത്ത സമയത്ത് വീട്ടിൽ ഉമ്മമാരും ഉപ്പമാരും ഏറ്റവും അധികം പറയുന്ന, പ്രത്യേകിച്ച് ഉമ്മമാർ ഏറ്റവും അധികം പറയുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ വാക്ക് ഏതാ അറിയോ നിങ്ങൾക്ക്? ഏതറിയോ? ഏറ്റവും അധികം പറഞ്ഞ വാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സമാധാനവും ഇല്ലയെന്ന് എപ്പോഴും പറഞ്ഞ വാക്ക്. ഇത് ദുന്യാവാ. ഇവിടെ സമാധാനം ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. ഇവിടെ സ്വർഗമാകണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രയാസം ഉണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പേരമക്കളോടും മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ട്? ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾ സഹിച്ച നന്മയെക്കുറിച്ചുകൊണ്ടും നിങ്ങൾ സഹിച്ചിരിക്കുന്ന സുഖത്തെക്കുറിച്ചുകൊണ്ടും മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇന്ന ദിവസം എൻ്റെ ചെറുപ്പകാലം ഇങ്ങനെയായിരുന്നു, ഞാൻ വളർന്നത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് കഷ്ടതകൾ അനുഭവിച്ച, പ്രയാസങ്ങൾ അനുഭവിച്ചതാണ് നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു ആവേശം ഉണ്ടാവും. ആ പ്രയാസം പറഞ്ഞു കൊടുക്കുമ്പോൾ വയസ്സായ ആളുകളുടെ അടുത്തിരുന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന പ്രയാസമൊക്കെ കേൾക്കുന്ന സമയത്ത് ഓലെ കണ്ണിങ്ങനെ കൃഷ്ണമണി ഇങ്ങനെ വലുതാകാന്ന് കാണാൻ സാധിക്കും. ഈ ദുന്യാവിൽ വെച്ചിട്ട് തന്നെ ഇവിടെ സഹിച്ച പ്രയാസം നമുക്ക് സന്തോഷത്തോടു കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ സഹിക്കുന്ന ഇവിടെ സഹിച്ച പ്രയാസം അള്ളാൻ്റെ അടുത്ത് പുണ്യമായി മാറൂലേ പ്രിയപ്പെട്ടവരെ? നോക്കൂ, സഹാബത്ത് ദുന്യാവിനെ കണ്ടത് എങ്ങനെയാണ് കണ്ടത് നോക്ക്. അവരെങ്ങനെയായിരുന്നോ? കമസ്റഅത്തിൽ ആഖിറ. ദുന്യാവെന്ന് പറഞ്ഞാൽ ഒരു മസ്റഅയായിരുന്നു, ഒരു കൃഷിയിടമാണ്. എങ്ങോട്ടുള്ള? ആഖിറത്തിലേക്കുള്ള. വയലിൽ ഇറങ്ങിയൊരാൾ പണിയെടുക്കുന്ന സമയത്ത്, ആ കൃഷിയെ വളർത്തുന്ന സമയത്ത്, ആ വിളവ് വളർത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായി അവിടെ അവസാനിക്കണം എന്നല്ല അയാളുടെ കാഴ്ചപ്പാട്. ഇത് വിൽക്കണം, ഇത് പുറത്തേക്ക് കൊടുക്കണം, അതിന് വിളക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, വളം നൽകുന്ന സമയത്ത് കളകൾ വളരും, കളകൾ പറിച്ചു മാറ്റണം, അത് വിളക്ക് കോട്ടം പറ്റാത്ത വിധം തന്നെ ആകണം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, കൃത്യമായ കൃഷി ഇറക്കുന്നു. ഈ രീതിയാ ദുന്യാവിനെ കണ്ടത് എന്നതാണ്. കഴിഞ്ഞില്ല. ഇനി അവർ കണ്ടത് കളിൽ ഇൻസാഇൽ, നീങ്ങിപ്പോകുന്ന, പുനർനിർമ്മിക്കാൻ പറ്റാത്ത നിഴലിനെ പോലെയാണ് ദുന്യാവിനെ കണ്ടത് എന്നാ. നമ്മുടെ മനസ്സിലോ
എത്രാപ്പോ ഇത്രയും കൊല്ലം ഞാൻ അധ്വാനിച്ചിട്ട് 40-40 കൊല്ലം ഞാൻ ഗൾഫിൽ പോയി നിന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? ഒരു വീടുണ്ടാക്കി. ഇപ്പം അത് പെയിൻ്റ് അടിക്കാൻ പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ല. എത്ര മനുഷ്യന്മാർ പറയുന്നുണ്ട്. എന്താപ്പം നേടിയത് എന്ന് പറഞ്ഞ് ഈ ഭൗതികമായ വളവളപ്പിൽ മാത്രം നിന്ന് നമ്മൾ ചിന്തിക്കുന്നു. സഹാബത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അതുകൊണ്ട് അവരാരും സമാധാനമില്ല എന്നൊരു വാക്ക് അവർ മന്ത്രിച്ചിട്ടില്ല. അവരിതൊക്കെ തന്നെ നറുപുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തു. ആ ഖബറിൽ വെച്ചതിന് ശേഷം ഉത്തരം പറയാൻ എന്തൊക്കെ ഉണ്ടാകണോ അവർ പ്ലാൻ ചെയ്തു. അവരൊരു പക്ഷേ നമ്മൾ സഞ്ചരിച്ച അത്ര രാജ്യം സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. അവരൊരു പക്ഷേ നമ്മൾ അനുഭവിച്ച സുഖങ്ങൾ അവരനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം അടുത്ത് ഹൈദരാബാദിൽ പോയിട്ട് നൈസാമിൻ്റെയൊക്കെ തന്നെ ഈ കസേരകളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വീഡിയോ അയച്ചിട്ട് മക്കൾക്ക് അയച്ചു. അപ്പം എൻ്റെ ഒരു മോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വല്ലാത്ത ചോദ്യമാണ്. എന്താപ്പാ ഈ രാജാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര പാവപ്പെട്ടവരായിരുന്നോ? വല്ലാത്ത ചോദ്യമാണ്. കാരണം എന്താ അറിയോ, അയാളെ സിംഹാസനം എന്ന് പറഞ്ഞ് നിങ്ങൾ അയച്ചിരുന്ന ഈ ഫോട്ടോ അല്ലേ, അതിനേക്കാൾ വലിയ കസേരകൾ ഇന്ന് നമ്മുടെ ലിവിങ് റൂമിലുണ്ട്. ഇല്ലേ ഇല്ലേ? അപ്പോൾ സ്വർഗത്തിൽ എനിക്കൊരു മെത്തയുണ്ടാകുമെന്ന്, സ്വർഗത്തിൽ എനിക്കൊരു തോപ്പുണ്ടാകുമെന്ന്, സ്വർഗത്തിൽ എനിക്കൊരു സോഫയുണ്ടാകുമെന്ന് ഖുർആനിൽ വായിച്ചെടുത്ത സമയത്ത് പ്രിയപ്പെട്ടവരെ, സഹാബത്തിൻ്റെ മനസ്സിൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു സോഫ വന്നിട്ടുണ്ടാവില്ല. കാരണം അവർ അതിലേക്ക് ചിന്തിച്ചിട്ട് എത്തിയിട്ടില്ല. അഥവാ നമ്മൾ ഇന്ന് ദുന്യാവിൽ വെച്ച് അനുഭവിക്കുന്നത് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധം അവർ സ്വർഗമെന്ന് പറയുന്നതിന് അവർ ഒരുങ്ങിയിരുന്നു, സജ്ജമാക്കിയിരുന്നു. അതിനേക്കാൾ വലുത് ഈ ദുന്യാവിൽ വെച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്ക്, മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ദുന്യാവിനോട്. അല്ലയോ ദുന്യാവേ, എന്നെ അല്ലാതെ നീ വേറൊരാളെ നോക്കിയിട്ട് എന്ത് ചെയ്യ്, വഞ്ചിക്കാൻ നോക്ക്. എന്നെ നിനക്കെന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ബളബളപ്പുകൾ കാണിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് വശംബദനാകൂല. ഈ വേറൊരാളെ നോക്ക്, എന്നെ വഞ്ചിക്കൂല. ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ തുകല് പോലെ മാത്രമേ ഞാൻ നിനക്ക് വില നൽകുന്നുള്ളൂ, അതിനപ്പുറം ഞാൻ നിനക്ക് വില നൽകുന്നില്ല. കഴിഞ്ഞില്ല. ഇനി സക്കാത്തിനെ കുറിച്ച് ഒരു പക്ഷേ എനിക്ക് ശക്തമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാം. അതിനൊറ്റ യോഗ്യത ഉണ്ടായാൽ മതി. അതെന്താണെന്നറിയോ, ഞാൻ സക്കാത്ത് കൊടുത്താൽ മതി. എന്നാൽ ഇനി ഞാൻ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. അത് പറയാനും കേൾക്കാനും എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊരാൾക്കും, ഇപ്പം അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കാർക്കും അത് കേൾക്കാനും പറയാനും യോഗ്യതയില്ലാതെ 100% ഉറപ്പാണ്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തൊരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് വന്ന സമയത്ത് 2 വസ്തുക്കളാണ് പ്രിയപ്പെട്ടവരെ വീട്ടിലുള്ളത്. പായയും ഒരു വിളക്കും മാത്രം. പായയും ഒരു വിളക്കും മാത്രം. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ വന്ന ആഗതൻ ചോദിക്കുന്നുണ്ട്, ഐന മതാഉക്, എവിടെ ബാക്കിയുള്ള വിഭവങ്ങളൊക്കെയും ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ, ഇന്നലന ദാറൻ ആഹർ. ഇന്നലീന്നല്ല, എനിക്ക് എന്നല്ല, ഇന്നലന എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ട്, ദാറൻ ആഹർ മറ്റൊരു വീടുണ്ട്. ഒരു പക്ഷേ ഇത് പറയുമ്പോൾ കുറേ മലപ്പുറത്തുകാരുടെയും കോഴിക്കോട്ടുകാരുടെയൊക്കെ ഹോം സ്റ്റേകൾ ഞങ്ങളെ വയനാട്ടിലുണ്ട്. നമ്മളൊരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇന്നലന ദാറൻ ആഹർ, ഞങ്ങൾക്ക് വേറൊരു വാക്കുണ്ട്, നുർസിലു ഇലൈഹ ഖൈറ മതഅന, ഇവിടെയുള്ള ഏറ്റവും നല്ല വിഭവങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്ന്. അതവർ ഉദ്ദേശിച്ചത് യഗ്നി ദാറൽ ആഖിറ, അവർ ആഖിറത്തിനൊക്കെ ദാറുൽ ആഖിറയെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ആലോചിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു മനുഷ്യന് 60 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 21,900 ദിവസം ജീവിക്കും. 21,900 ദിവസം ജീവിക്കും. ഇപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ 44 വയസ്സും എൻ്റെ കൃത്യമായി ഇന്ന് എത്ര ദിവസം ഞാൻ ജീവിച്ചു വെച്ചാൽ 16,305 ദിവസമായി എൻ്റെ ഉമ്മയായിട്ട്. ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നിട്ട് 16,305 ദിവസമായി. ഇന്ന് നാളെ ആയുസ് നൽകുകയാണ് എങ്കിൽ 16,306 ദിവസമാകും. ഇനി ആയുസ്സുണ്ടെങ്കിൽ ഒരു 60 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ ഇനി എൻ്റെ മുമ്പിലുള്ളത് 5,595 ദിവസം മാത്രമാണുള്ളത്, അതിലപ്പുറമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ദിവസം കൊണ്ട് വേണം ആ ശാശ്വതമായ സ്വർഗം നേടിയെടുക്കുക എന്ന് പറയുന്നത്. അതിനിടയിൽ എത്രയെത്ര മനുഷ്യന്മാരുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എൻ്റെ സഹപാഠികൾ ഇന്ന് പുത്തുമലയിലും ചൂരൽമലയിലും ജീവിച്ചിരുന്ന സഹപാഠികൾ ഇന്ന് ബർസഖിയായ ജീവിതത്തിലാണ്.
ചൂരൽമല ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഫോണെടുത്ത് ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ പഴയ വീടിൻ്റെ തൊട്ടടുത്ത മുനീറിനെ വിളിച്ചത്. ഫോൺ കിട്ടിയിട്ടില്ല. ആ കുടുംബം പൂർണ്ണമായും ബർസഖിയായ ജീവിതത്തിലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇതിനിടയിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നാൽ എൻ്റെ ദാറുൽ ആഖിറ, മരണം തൊട്ട് തുടങ്ങുന്ന ആ ജീവിതത്തിൽ ഞാൻ എന്ത് നേടിയിട്ടുണ്ട് എന്നത് വിലയിരുത്താൻ സാധിക്കണം. അതിന് ഇവിടെ നിയമങ്ങൾ, അള്ളാൻ്റെ തഖ്വ സൂക്ഷ്മതാബോധം ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുക. അത് ഒരാൾക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? എന്താ എൻ്റെ പ്രശ്നം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ബാപ്പയും ഉമ്മയും കെട്ടിച്ചയച്ച് വിടുന്നത്. എവിടേക്കാണ് എത്തുന്നത്? പ്രതീക്ഷയോടുകൂടി നല്ല കുടുംബത്തിലേക്കാണ്. നല്ല കുടുംബമെന്ന് ചിന്തിക്കാത്ത മോശമാണ് കുടുംബമെന്ന് പറഞ്ഞ ഒരു ബാപ്പയും ഒരു ഉമ്മയും ഒരു കുടുംബത്തിനും കെട്ടിച്ചയച്ചിട്ടുണ്ടാവില്ല. അങ്ങോട്ട് പറഞ്ഞേക്കും. ചെറിയ ചെറിയ ഈഗോകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നമ്മളെക്കൊണ്ട് എത്ര മനുഷ്യന്മാർ, ഒരു പക്ഷേ നിസ്കാരത്തിൽ മുമ്പിൽ സഫിൽ നമ്മളുണ്ടാവും, ഒരു പക്ഷേ നമ്മൾ എവിടെ ഉണ്ടാവും? എല്ലാത്തിനും മുമ്പിൽ കൈ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ചുരുട്ടേണ്ടത് നമ്മളുണ്ടാവും. നമ്മുടെ മരുമക്കൾ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കുത്തുവാക്കുകൾ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഉമ്മമാർ മരുമക്കളുടെ വാക്കുകൾ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കേണ്ടില്ലേ? വീട് എങ്ങനെയാകണം? കൃത്യമായ പ്ലാനിങ് ഉണ്ട്. സിറ്റ് ഔട്ട് എന്തായിരിക്കണം, ലിവിങ് റൂം എന്തായിരിക്കണം, ബാത്റൂം എന്തായിരിക്കണം, അതിലുപയോഗിക്കുന്ന ടോയ്ലറ്റ് എന്തായിരിക്കണം, നമുക്ക് ആലോചനയുണ്ട്, ചിന്തയുണ്ട്. പക്ഷേ അതിനിടയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിലുള്ള കെമിസ്ട്രി ഏത് രീതിയിൽ രൂപപ്പെടണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല, ആലോചിക്കുന്നേയില്ല. ഞാൻ ഓക്കെയാണ്, ബാക്കിയുള്ളവരാ പ്രശ്നം എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെയാ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടത്. നാളെ മരിച്ചു ചെല്ലുന്ന സമയത്തേ, പരലോകത്തെത്തുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അവസ്ഥ വരാതിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനീ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഇനി എന്തേ ഉള്ളൂ? ഒരു പായയും അതുപോലെ തന്നെ ഒരു വിളക്കുമല്ലാതെ വേറൊന്നുമില്ല. ഒക്കെ ഞാൻ അള്ളാഹുവിന് വേണ്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ? അതുപോലെ സഹാബത്ത് ഒരു ഊന്നുവടിയുടെ ഏറ്റവും മുകളിലുള്ള ഒരു വളയല്ലേ, ഒരു വളയം, ആ വളയം പോലെ മാത്രമേ ദുന്യാവിനെ കണ്ടിരുന്നുള്ളൂ. ദുന്യാവെന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല, ഞങ്ങൾക്ക് വേറെ ലോകമുണ്ട്, അവിടെ എനിക്ക് രക്ഷപ്പെടണം, അതുകൊണ്ട് ഇവിടുത്തെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അത് സഹിച്ച് ക്ഷമിച്ച് സുന്ദരമായി ഞങ്ങളതിന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമെന്ന് പറയുന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഉള്ളിനോട് ചോദിക്കേണ്ടത്, നമ്മുടെ ഉള്ളിനോട് ചോദിക്കേണ്ടത്. മരിച്ചിട്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഖബറിൽ വെച്ചിട്ട് ആ കെട്ടൊക്കെ അഴിച്ചിടും. നമ്മളിവിടുന്ന് ഭദ്രമാക്കി കെട്ടൂലേ, ആ കെട്ടൊക്കെ അഴിച്ചിടും. പലകൾ ഓരോന്നായിട്ട് വെക്കും. ചിലയിടത്ത് കുരുടീസ് വെക്കും, ചിലയിടത്ത് സിമെൻറ്റിൻ്റെ സ്ലാബുകൾ വെക്കും. ഓരോരുത്തരും 3 പിടി മണ്ണിടും. ആ സമയത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, നമ്മൾ കിടക്കുന്ന സമയത്ത് ഓരോരുത്തരും നെഞ്ചത്ത് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം എളുപ്പാക്കണം. പറയാൻ വല്ല ഉത്തരവും നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ? പറയാൻ വല്ല ഉത്തരവും നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ? ഒരു കേവല ഖുർആൻ പാരായണം, അതോടൊപ്പം തന്നെ കേവലം ഒരു നമസ്കാരം, നോമ്പല്ലാതെ വേറെന്തു നാം സമ്പാദിച്ചിട്ടുണ്ട്? ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിച്ചു പോയാലും മുറിയാത്ത പ്രാർത്ഥന എനിക്ക് ലഭിക്കുമെന്ന് പറയാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ തട്ടുന്ന ചോദ്യ. നമ്മൾ PF ലോൺ എടുക്കും, ബാത്റൂം ഒന്ന് നന്നാക്കി പണിക്കും, വീണ്ടും അത് പൊളിക്കും, അടുത്ത വണ്ടി എടുക്കും. എന്ത് ഒരാൾ, നമ്മളൊരു 10-60 ആളുകൾ കൂടുന്നിടത്ത് നമ്മുടെ പള്ളി കടത്തിൽ, മദ്രസ കടത്തിൽ, നമ്മുടെ വീടുണ്ടാക്കിയാൽ നമ്മൾ ആരും കടത്തിലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളങ്ങനെയല്ലേ? എവിടെയെങ്കിലും നല്ല റെസീറ്റ് അടിക്കേ, എന്നിട്ട് ഗൾഫിലേക്ക് പോകണം. പാവപ്പെട്ട ഗൾഫിൽ ജീവിതത്തിൻ്റെ 2 അറ്റങ്ങൾ ഒപ്പിക്കാൻ പാടുപെടുന്ന മനുഷ്യന്മാരെ തെരഞ്ഞു പോകണമെന്ന്. അതിനേക്കാളധികം ആസ്തിയും കൊടുക്കാൻ മനസ്സുമുള്ള മനുഷ്യർ നമുക്കിടയിലില്ലേ? എന്താ നമ്മുടെ മനസ്സുകൾ ആ രീതിയിൽ പാകപ്പെടാത്തത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരിച്ചാലും എനിക്ക് ലഭിക്കുന്നത് എന്ത് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്? ഒരു കിണർ കുഴിക്കാൻ സമ്പത്ത് നമ്മുടെ അടുത്തുണ്ടാവൂലേ? ഇത്ര കാലം ഒരു 2-3 മൂതരം മാറ്റി വെച്ചാൽ എവിടെയെങ്കിലും വെള്ളം എല്ലാം എടുത്തൊരു കിണർ കുഴിക്കാൻ നമുക്ക് സാധിക്കൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ മദീനയിൽ കാണാൻ സാധിക്കും മസ്റഅത്തു ബിർ ഉസ്മാൻ എന്നുള്ളത്. ഈ മരുഭൂമിയിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ? മരുഭൂമിയിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലോ കുറവോ? നിങ്ങൾ പറയണം. കുറവല്ലേ? എന്താ കാരണം? അവിടെ മരങ്ങളില്ല എന്ന് പറയുന്നു അല്ലേ? ശരിയാണ്. എന്നാലേ നമ്മൾ ഉംറക്ക് ഹജ്ജിനൊക്കെ പോകുമ്പോഴേ മദീനയിൽ നിന്ന് അവിടെ സിയാറ നടത്താറുണ്ട്. അവിടെ നല്ല പച്ചപ്പുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് മസ്റഅത്തു ബിർ ഉസ്മാൻ. എന്താ അതിൻ്റെ അർത്ഥം? ഉസ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തൊരു കിണറിനെ കുറിച്ച് അവിടെ ഒരു കൃഷിയുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ അവിടെ പോയിട്ട് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ശ്വാസം വലിക്കും? ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ശ്വാസം വലിക്കും? 72 അടിച്ചു പോയിണ്ടാവും. ഒരു 16, 17, 19 തവണ നമ്മൾ ശ്വാസം വലിക്കും. ആ ശ്വാസം വലിക്കുന്ന സമയത്ത് ഹജ്ജിനും ഉംറക്കൊന്നും പോകണ്ട, അവിടുന്ന് വെറുതെ ഒന്ന് ശ്വാസം വലിച്ച് അതിൻ്റെ പുണ്യാർക്കാ 1400 വർഷം ബാക്കപ്പാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. എന്താ കാരണം? ആ കിണറുണ്ടായതുകൊണ്ടാണ് സർക്കാർ ഇന്നും അവിടെ എന്ത് ചെയ്യുന്നത്? പച്ചപ്പ് നിലനിർത്തുന്നത്. ആ കിണറുണ്ടായതുകൊണ്ടാണ്. നമുക്കൊരു കിണർ ഒഴിക്കാൻ സമ്പത്ത് നീക്കി വെച്ചൂടെ? അതല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, പ്രിയപ്പെട്ടവരെ, ഈ യൂണിറ്റി എന്ന് പറഞ്ഞ് കുപ്പായിട്ട് നടക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടല്ലോ. എൻ്റെ ജില്ലയിൽ പുത്തുമലയിലും മുണ്ടക്കയിലും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളൊക്കെ ഒരു പക്ഷേ മീഡിയകൾക്ക് മുമ്പിലൊക്കെ വന്നേക്കാം. എവിടെയും വരാത്ത ചില സാധാരണ പ്രവർത്തകരുണ്ട്. അതിൽപ്പെട്ടൊരു പ്രവർത്തകൻ, ഞാൻ പറ്റ വ്യംഗമായിട്ടാണ് പറയുന്നത്, ആ പ്രവർത്തകൻ എവിടെ? നമ്മുടെ സമ്മേളനം നടന്ന സമയത്ത് ചെമ്പും പാത്രങ്ങളൊക്കെ തേറ്റിട്ട് ഈ ഭാഗത്തെ മുഴുവൻ തോലുകൾ പോയൊരു സാധാ പ്രവർത്തകൻ. അവൻ്റെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവൻ്റെ വീട്ടിലൊരു രംഗം ഉണ്ട്. വീട്ടിൽ പിന്നെ മോളെ കാലിനൊരു സർജറി കഴിഞ്ഞിട്ട് മോള് മാത്രമാണ് ഉള്ളത്. ബാക്കി ഓനും ഭാര്യയും പണിക്ക് പോയതാ. ജനലിലൂടെ ഒരു ചെയർ അഴിച്ചു കയറി വീട്ടിലേക്ക്. ഈ കുട്ടി സർജറി കഴിഞ്ഞ കുട്ടി ഓടിയിട്ട് വീണ്ടും രണ്ടാമത് സർജറി ചെയ്യേണ്ടി വന്നു. ആ ജനലൊക്കെ വെച്ച സമയത്ത് ആ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഈ വീട് പൊളിക്ക്, ഈ വീട് മാറ്റണം, നമുക്കൊരു വീടുണ്ടാക്കാം. ആ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ വാക്കെന്താ അറിയോ? മദനി, എന്നെക്കാൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഇവിടെ ഉണ്ട്. ഈ 2 മാസം മുമ്പ് ആ മനുഷ്യൻ്റെ വീട്ടിലേക്കൊന്ന് ചെന്നിട്ട് ആ വീട് പൊളിപ്പിച്ചു. ഇപ്പം താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 റൂം പോലും ഇല്ലാത്ത ഒരു ഷെഡിൽ ചെരിക്ക് വെച്ചിട്ട്. എന്നാൽ യൂണിറ്റിയിലെ മാസാന്ത മീറ്റിങ്ങുകളിലും ഫ്രെയിമിലൊക്കെ തന്നെ സമയത്തുണ്ടാവുമോ? ഉണ്ടാകും. ജില്ലാ KNM ഉണ്ടാകും. എല്ലാത്തിനും ഉണ്ടാകും. നമ്മൾ ആവർത്തിച്ചൊന്ന് പൊളിക്ക് പറഞ്ഞ സമയത്ത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങളാരും ഇതിൽ ഇടപെടരുത്, ഇത് ഇനിയും സാധാരണക്കാരുണ്ട്. അങ്ങനെ മാനസിക സംതൃപ്തിയിൽ കഴിയുന്ന എത്ര മനുഷ്യർ നമുക്കിടയിലുണ്ടെന്ന് അറിയുമോ? പ്രിയപ്പെട്ട സലാമുട്ടിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ പോയ സമയത്ത് ഒരു ഉമ്മയുണ്ട്. വീട്ടിൽ നിന്ന് ഒരു കൈക്കോട്ട് എടുത്ത് പുറത്ത് വരുന്നത്. ഉമ്മ അകത്താണോ ഉള്ളത്, പുറത്താണോ ഉള്ളത്? കൈക്കോട്ടുമായിട്ടാണ് ഉമ്മയും മോളും വരുന്നത്. എവിടെയായിരിക്കും ഉമ്മ ഉണ്ടാകുക? അകത്തോ പുറത്തോ? പുറത്ത് നമ്മൾ പറയും. അല്ല, അകത്താ. പെരിച്ചായി റൂം മാന്തിയിട്ട് അതൊന്ന് ഉറപ്പിച്ച് വരുന്ന സമയത്താണ് ആ വീടൊന്ന് പോയി കാണണം. ഒരു ബാത്റൂം ഉണ്ടാക്കി കൊടുക്കണം ജലീലെ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് കാണാൻ പോലും സാധിച്ചില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാർ. നിങ്ങൾ ഈ ടൂറൊക്കെ പോകുന്നില്ലേ? ഈ വീക്കെൻഡുകളും അതുപോലെ തന്നെ മന്തെൻഡുകളൊക്കെ തന്നെ വൈബാക്കാനും ട്രെൻഡാക്കാനും പോകുന്നതിനിടയിൽ നമ്മളെ മക്കളെ കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള ഓരോ ചേരി പ്രദേശങ്ങൾ നമുക്കിടയിലുണ്ടാവും. ഇത് പറയുന്ന സമയത്ത് തന്നെ എവിടെ ഇരിക്കുന്ന ഓരോരുത്തരുണ്ടാവും, പടച്ചോനെ എൻ്റെ ബാത്റൂമിൻ്റെ ഡോറൊന്ന് വെക്കാൻ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് തോന്നിയാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസങ്ങൾ നമ്മൾ ചിലവാക്കുന്ന ഫണ്ടും സമ്പത്തൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി വെച്ചാൽ, സ്കൂൾ തുറക്കുക എന്ന് പറഞ്ഞാൽ പലരും പുതിയ ബാഗും പുതിയ യൂണിഫോം ഇട്ട് പോകാൻ ചിന്തിക്കുന്ന സമയത്ത് പലരും പടച്ചോനെ റബ്ബേ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ മക്കൾ കിടന്നിട്ട് ഉറക്കില്ല, ഇവന് ബാഗ് വാങ്ങണമല്ലോ, യൂണിഫോം വാങ്ങണമല്ലോ എന്ന് ചിന്തിക്കുന്ന എത്ര മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയോ? ഇവരെയൊക്കെ കണ്ടിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മൾ ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ എവിടെയാ നമ്മുടെ മരണമെന്ന് പറയുന്നത് സ്വസ്ഥമാകുക? ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ പിരിവ് കൊടുക്കും, അതിലൊന്നും നമ്മൾ മടി കാണിക്കാറില്ല. ചോദിക്കാതെ ഉള്ളിൽ ഒതുക്കി വെച്ച മനുഷ്യന്മാരെ കണ്ടെത്തിയിട്ട് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട് എന്ന് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ? അവസാനമായിട്ട് മരിച്ചില്ലുമ്പോഴേ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, 39-ാം അധ്യായമുണ്ട് സൂറത്തു സുമർ. അതിൽ 53 മുതൽ 59 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് ഹൃദയസ്പർശിയായി വായിച്ചു നോക്കുക. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53 മുതൽ 59-ാമത്തെ വചനം വരെ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു രംഗമുണ്ട്. കുല്യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് തെറ്റ് ചെയ്ത മനുഷ്യന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ആരൊക്കെ നിങ്ങളെ പഴിച്ചാലും കാരുണ്യവാനായ റബ്ബില്ലേ, ആ റബ്ബ് നിങ്ങളെ പരിക്കൂല. ആ റബ്ബിൻ്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങണം. എന്താ റബ്ബിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സഞ്ചി ഉണ്ട് നമുക്ക് ശരീരത്തിൽ, ഒരു 500 ml വെള്ളം കൊള്ളും, അതിലേക്ക് ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. നമ്മളതിന് മൂത്രസഞ്ചി എന്നൊക്കെ പറയും.
ഒരു 300-350 ml ആകുമ്പോൾ പറയും എഴുന്നേക്കടാ പോയിട്ട് മൂത്രമൊഴിക്കുമെന്ന് പറയും. ഈ ഒരു മെക്കാനിസം ഉണ്ടാക്കിയൊരു പടച്ചോല്ലേ, അതൊന്ന് നിന്നാൽ, ഇപ്പോൾ വയനാട്ടുകാരനായ ഞാനൊരു മൂത്രത്തിന് തടസ്സം ഉണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ 19 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒന്ന് മലബാറിലേക്ക് എത്തണമെങ്കിൽ, കോഴിക്കോട് എരഞ്ഞിപ്പാലം മലബാറിലേക്ക് എത്തണമെങ്കിൽ 19 കിലോമീറ്റർ യാത്ര ചെയ്യണം. അള്ളാഹ് നമുക്ക് നൽകിയൊരു അനുഗ്രഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കാരുണ്യവാനായ റബ്ബിൻ നിങ്ങൾ നിരാശരാകാൻ പാടില്ല കേട്ടോ. നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. എന്നിട്ട് ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നേക്ക്. 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് പടച്ചോൻ പറയുന്നു. അതിന് പരിഹാരവും പടച്ചോൻ പറയുന്നു. 1, മരിച്ച സമയത്തെ മനുഷ്യൻ പറയാ യാ ഹസ്രത്താ, ഞാൻ പറയാ, നിങ്ങൾ പറയാ യാ ഹസ്രത്താ, എൻ്റെ നാശമേ, കുറച്ചു കാലം പടച്ചോൻ പറഞ്ഞൊക്കെ അനുസരിച്ച് ജീവിക്കായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഒന്നത് പറയാൻ പാടില്ല. എന്തായിരുന്നു ഒന്ന് പറഞ്ഞു നോക്ക്. യാ ഹസ്രത്ത, എൻ്റെ നാശമേ എന്ന് പറയാൻ പാടില്ല എന്ന്. 2, പടച്ചോൻ എന്നോട് ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ ഞാൻ നല്ല ആളായിട്ട് ജീവിക്കുമായിരുന്നു എന്ന്. പടച്ചോൻ എന്നെ ഹിദായത്തിലാക്കിയാൽ അങ്ങനെ പടച്ചോനാക്കുമോ? ഇല്ലല്ലോ. നമ്മൾ വിചാരിക്കാതെ പടച്ചോൻ നമ്മളെ മാറ്റൂല്ല. അപ്പോൾ പടച്ചോൻ എന്നെ നല്ലൊരു കുട്ടിയാക്കിയിട്ടൊക്കെ വളർത്തിയാൽ ഞാൻ നന്നായൊക്കെ ജീവിച്ചിരുന്നു. കുന്തു മിനൽ മുത്തഖീൻ, ഞാൻ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന, അള്ളാൻ്റെ നിയമവിധേയമായി ജീവിക്കുന്ന ആളാകുമായിരുന്നു എന്ന്. 3-ാമത്തെ പ്രയോഗം ലൗ അന്നലി കറ, പടച്ചോനെ കുറച്ച് സമയം കൂടി നീ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഫകുന്തു മിനൽ മുഹ്സിനീൻ, ഞാൻ നല്ല ഇഹ്സാൻ ചെയ്യുന്ന മനുഷ്യനാകുന്നു. ഇല്ല, കിട്ടൂല. ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിക്കുന്നതിൻ്റെ തലേദിവസം രാത്രി 12 മണി വരെ എൻ്റെ വെള്ളിമാടുണ്ട്, അവരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബ ഗ്രൂപ്പിൽ. പല മയ്യത്തുകളും മുമ്പിൽ വന്നു. അന്നെന്തോ ഒരു ധൈര്യമായിരുന്നു. പുതപ്പിൽ പൊതിഞ്ഞ മയ്യത്തുകളാണ് വരുന്നത്. രാത്രിയിൽ ടവർ ബോൾട്ട് ഇടുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ചിന്ത എന്താ അറിയോ? നല്ല മഴയുണ്ട്, നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ, കുറച്ചും കൂടി കിടന്നുറങ്ങാന്നാ. ആ പുതപ്പിലാണ് ഓരോ മയ്യത്തുകളുണ്ട് വരുന്നത്. അതിൽ മനസ്സ് നോവുന്ന ചില മയ്യത്തുകളുണ്ടായിരുന്നു. എല്ലാം നോവുന്നതാണ്. ഒരു ചെറിയ പെൺകുട്ടി, എൻ്റെ മോൾ ഐഫൻ്റെ ഒക്കെ പ്രായമേ, മുടി 3 സ്ഥലത്തേക്ക് മുടഞ്ഞിട്ടിട്ടുണ്ട്. മുമ്പ് ഈ സൈഡിലും അതുപോലെ ബാക്കിലും ഉണ്ട്. അതിലൊക്കെ തന്നെ എന്തുണ്ട്? ബണ്ണില്ലേ, ബണ്ണെന്നല്ലേ പറയാ, ബണ്ണുണ്ട്. അന്നത്തെ ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെഹൽ വിളിച്ചു പറയുന്നുണ്ട്, ആ ബോഡി ഇങ്ങനെ കടത്തിയിട്ട് സെഹൽ വിളിച്ചു പറയുന്നുണ്ട്, വെളുപ്പും കറുപ്പും, ചുവപ്പും വെളുപ്പും കറുപ്പും നിറമുള്ള ബണ്ണ് 3 ഭാഗത്തേക്ക് മുടി മുടഞ്ഞിട്ട കുട്ടി. അടയാളം പറഞ്ഞു കൊടുക്കണതാ. ആ 3 ബണ്ണിനും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഒരു പിന്നാണെങ്കിൽ എടുക്കാൻ പണിയുണ്ടാവും, ബണ്ണ് വേഗം പോവില്ലേ. പക്ഷെ ആ കുട്ടിയുടെ തല അറ്റുപോയിട്ടുണ്ട്. ഇതാ ജീവിതം എന്ന് പറയുന്നത്. അവരാ പടച്ചോടത്ത് ഭാഗ്യവാന്മാരാ. കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, ഇത്ര കാലം സുന്ദരമായി ജീവിച്ചിട്ട്, ഇത്ര കാലം. ഇപ്പം 2018 പുത്തമല സംഭവിച്ചു. നമ്മൾ വിചാരിക്കും സർക്കാർ വീട് കൊടുത്തു, അവർ വീട് കൊടുത്തു, ഇവർ വീട് കൊടുത്തു, അവിടെ എല്ലാവർക്കും വീടായി വിചാരിക്കുന്നുണ്ട്. പുത്തുമലയിൽ എല്ലാം വിറ്റിട്ട് 10 സെൻറ്റും 7 സെൻറ്റും 5 സെൻറ്റും വീട് വാങ്ങിയിട്ട് ഈ വെള്ളങ്ങ് വന്നോടൊക്കെ പോയി. ഒന്നുമില്ല. സർക്കാരിൻ്റെ കണക്കിൽ ഓനക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഓനെന്തില്ല, റേഷൻ കാർഡില്ല, ഓനെന്തില്ല, വീടില്ല. ഇപ്പം നിലവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? പാടികളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഓൻ ആദ്യേ വീടിന് അർഹനാ. പാടികളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. ഓൻ ആദ്യേ വീടിന് അർഹനാ. പക്ഷെ ഓൻ്റെ സർക്കാർ കണക്കിൽ ഓനക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടില്ല? വീട് നഷ്ടപ്പെട്ടിട്ടില്ല. സർക്കാർ കണക്കിൽ അവന് വീട് നഷ്ടപ്പെട്ടിട്ടില്ല, ഓന് വീടില്ല. അപ്പോൾ സർക്കാരിന് നികത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവിടെയാണ് ഈ നല്ല സുഭിക്ഷമായി ജീവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, 2002 വരെ എൻ്റെ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. എന്നെയും എൻ്റെ 2 പെങ്ങന്മാരെയും വളർത്തിയിട്ടുള്ളത് കൂലിപ്പണിക്ക് പോയിട്ടാണ്. 2013 വരെ എൻ്റെ ഉപ്പയും കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. അവർ 2 പേരും കൂലിപ്പണിക്ക് പോയിട്ട് അവരുടെ സ്വപ്നം എന്തായിരുന്നു അറിയോ? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പാടിയിൽ ജനിച്ചു വളർന്ന എനിക്കൊക്കെ തന്നെ ഒരു വീട് അവിടെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അവിടെ മതം, ജാതി, വർഗം, വർണ്ണമില്ല. അവിടുത്തെ അമ്പലം പോയാലും പള്ളി പോയാലും എൻ്റെ ഫീൽ ഒന്നാ. ആ രീതിയിൽ എല്ലാം അത്ര സാധാരണക്കാരാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മോള് ചോദിക്കാറുണ്ട്, ഉപ്പ എപ്പോഴാണ് നമ്മൾ ഈ വീട് ഒലിച്ചു പോവുക എന്ന്.
ഇതാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എപ്പോഴാ ഹൃദയത്തിന് മിടിപ്പ് നിൽക്കുകയെന്നറിയില്ല. നമ്മൾ ഈ ക്യാമ്പ് നടത്തി, സ്റ്റാറ്റസ് ഇട്ട്, റീലിട്ട്, എല്ലാം സെറ്റാക്കി, അവസാനം വന്ന് അടിപൊളി പരിപാടി ഇട്ടോ, ഭക്ഷണം സൂപ്പർ, കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇന്നലെ എങ്ങനെയായിരുന്നു അതന്നെന്ന് അതന്നെ നാളെയും. നമ്മൾ എന്നിട്ട് വലിയ ആദർശത്തിൻ്റെ മഹിമ നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ആദർശത്തിൻ്റെ തെളിമ നാം പറയണമെങ്കിൽ ജീവിതത്തിൻ്റെ തെളിമ സ്വയം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ തെളിമ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. അത് സാധിക്കുന്നിടത്ത് ഒന്ന് ഞാൻ പറഞ്ഞു, യാ ഹസറത്ത, നഷ്ടമേ എന്ന് പറയരുത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ്, പടച്ചോനെ എന്നെ സന്മാർഗത്തിലാക്കിയിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നു എന്ന്. മൂന്നാമത്തൊന്നെന്തായിരുന്നു? കുറച്ചുകൂടി സമയം തന്നില്ലെങ്കിൽ. നാലാമത്തത്, ക്യാമ്പ് നടത്തി, എല്ലാം നടത്തി, കളവാക്കി, ഇവനിതൊക്കെ എത്ര പറഞ്ഞിട്ട് ഞങ്ങളിതൊക്കെ എവിടെയൊക്കെ കേട്ടതാ? അരീക്കോട്ടരാ ഞങ്ങൾ. ഈ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ഞങ്ങളുടെ നാട്. ഇതിനേക്കാൾ വലിയവരുടെ ഹുതുബകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിലൊരു മാറ്റം തയ്യാറായില്ല, ഉള്ളിൽ കണ്ട് കയറുന്നില്ല, മാറ്റം ഉണ്ടാവുന്നില്ല. ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ പെടക്കണ്. എന്നിട്ട് നമ്മൾ ഒരു സോഷ്യൽ മീഡിയകൾക്ക് മുമ്പിൽ വരുന്ന സമയത്ത് നാം എന്തോ ആകുന്നു. അവിടെ പടച്ചമാറമാക്കുന്ന അറിയോ? വകുന്ത മിനൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂട്ടത്തിലായി തീർന്നു എന്നാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ അള്ളാഹു നമ്മോട് പറയാണ്, എന്താണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആർക്ക് വിജയിക്കണം? സ്വയമാ തീരുമാനിക്കേണ്ടത്. എനിക്ക് ലോകത്ത് ഒരാളെ മാറ്റാൻ കഴിയുള്ളൂ, അത് എന്നെയാണ്. നിങ്ങൾക്ക് ലോകത്ത് ഒരാളെ മാറ്റാൻ കഴിയുള്ളൂ, അത് നമ്മുടെ ഓരോരുത്തരെയാണ്. നമ്മൾ മാറ്റാതെ നമ്മളെ മക്കളെ മാറ്റണമെന്ന് വിചാരിച്ചാൽ മാറുമോ? മാറൂല. ഇണയെ മാറ്റണമെന്ന് വിചാരിച്ചാൽ മാറുമോ? മാറുകയില്ല. അപ്പം ഇത്തരം കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നാം നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഇസ്ലാഹിൻ്റെ വിപ്ലവങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം, അത് അനുഭവിക്കാൻ സാധിക്കണം. അത് നമ്മുടെ മക്കൾക്ക് പറയണം. ഇവിടെ സമ്മേളനത്തിന് സാഗറിൽ വന്ന് തിരിച്ചു പോയപ്പോൾ എൻ്റെ ഉമ്മ പഴയ ഉമ്മ അല്ല, എൻ്റെ ഉപ്പ പഴയ ഉപ്പ അല്ല, മാറിയിട്ടുണ്ട്, ഞാനും മാറട്ടെ എന്ന് മക്കൾക്ക് പറയണം. ഉപദേശങ്ങളല്ല വേണ്ടത്, അവർക്ക് മുമ്പിൽ റോൾ മോഡലുകളാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് മാറാൻ സാധിച്ചാലല്ലാതെ നമുക്ക് ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ ഖബറിൽ വെച്ചിട്ട് മുഖത്തിങ്ങനെ പുഴുക്കൾ വരും. പണ്ടൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്നാമത്തെ ദിവസം മയ്യത്തുകൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മണമുണ്ട്. 2, 3, 4 ദിവസമൊക്കെ ആയപ്പോൾ ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ വിളിച്ചത് ആരെ അറിയോ? നമ്മുടെ ISMൻ്റെ അന്നത്തെ പ്രസിഡന്റിനെ വിളിച്ചത്. അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല, അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ നമ്മുടെ ഈമാനാണ്, അവർക്ക് ഡ്യൂട്ടിയാണ്, നമ്മുടെ ഈമാനാണ്. അപ്പോൾ അവിടെ ആ മയ്യത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നമുക്കും ഉണ്ടാവും. നമ്മുടെ മയ്യത്തിൽ പുഴുക്കൾ വരും. അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ, ഒന്നുമല്ലാതായി തീരണമെങ്കിൽ, എൻ്റെ ബാപ്പ മരിച്ചു എന്ന് കാണണമെന്ന് ആഗ്രഹിക്കണ മനുഷ്യൻ കാണുമ്പോഴും അറിയാതെ മൂക്ക് പൊത്തിപ്പോവും. എൻ്റെ കുട്ടിയെ കാണുന്ന സമയത്ത് മൂക്ക് പൊത്തിപ്പോവും. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ദുന്യാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ പൊറുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമല്ല ജീവിതം, അത് ജീവിതത്തിൽ പ്രാവർത്തികയോഗ്യമാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.